ഹായ് ഓൾ, ഇറ്റ്സ് മൺഡേ മോർണിംഗ്. ഇന്നലെ എല്ലാ സൺഡേയും ഇവിടെ ബീഫ് കറി കാണും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ മൺഡേയും ഇവിടെ ബാക്കി ബീഫ് കറി കാണും. മൺഡേ ഉച്ചയ്ക്കത്തെ ലഞ്ചിന്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറിയൊന്നും അധികം ഉണ്ടാക്കാറില്ല. ഇന്നിപ്പോൾ അമ്മ ഒരു രസം വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രസം ഞാൻ വെക്കുന്നത് എനിക്ക് ഇഷ്ടമാണെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന രസത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എനിക്കത് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതിങ്ങനെ കഞ്ഞി പോലെ ഒരുപാട് രസം ഒഴിച്ച് ചോറ് അതിൻ്റെ അകത്ത് ഇങ്ങനെ കുതിർത്തി മുക്കി വാരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങളുടെ സ്കൂളിലൊരു ഹെൽപ്പർ ചേച്ചിയുണ്ട്, മേഴ്സി ചേച്ചി. മേഴ്സി ചേച്ചി രസം വെച്ചാലും അടിപൊളിയാണ്. വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ഞങ്ങൾ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്തത് ഒരു പൊതി സ്നേഹം എന്ന പേരിൽ കേരള തനിമയുള്ള പലഹാരങ്ങൾ കുട്ടികളോട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ്. കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. പക്ഷേ ഈ കേരള തനിമയുള്ള ഭക്ഷണങ്ങൾ തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞതുകൊണ്ട് ഇലയടയും ഉണ്ണിയപ്പവും പഴംപൊരിയും അച്ചപ്പവും കുഴലപ്പവും തെരളിയപ്പവും അങ്ങനെ മൊത്തത്തിൽ മധുരമയമായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചിന് പോലും വരാതെ ഞാൻ വേണ്ടതൊക്കെ വാരി കഴിച്ചു. കുട്ടികൾക്ക് നമ്മൾ അതിന് ടൈം കൊടുത്തിരുന്നു കേട്ടോ. അന്ന് സത്യത്തിൽ ആരെയും ലഞ്ച് കൊണ്ടുവരാൻ പറയണ്ടായിരുന്നു. കാരണം രാവിലെ തൊട്ട് തുടങ്ങിയ കഴിപ്പാണ്. ഇത്രയും ഭക്ഷണ സാധനങ്ങൾ നമുക്ക് സ്കൂളിൽ ക്ലോസ് ചെയ്ത് ഒരുപാട് നേരം വെച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം വെച്ച് ഒരു ഫോട്ടോ സെഷൻ അങ്ങ് നടത്തിയിട്ട് കുട്ടികളോടും ടീച്ചേഴ്സിനോടും ഒക്കെ വേണ്ടതെടുത്ത് കഴിക്കാൻ പറഞ്ഞു. എല്ലാം ഒന്നിനൊന്നിന് മികച്ചതായതുകൊണ്ട് കഴിച്ച് ഒരു വഴിയായി. അങ്ങനെ മത്തടിച്ച് പണ്ടാരടങ്ങിയിരുന്നപ്പോഴാണ്, എന്തായാലും ഞാൻ ലഞ്ചിന് വീട്ടിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നല്ലോ, ഞാൻ അവിടെ പോയപ്പോൾ ആൻറ്റിമാരൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു എരിവുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ തന്ന ഒരു കുപ്പി രസമാണ്. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ മേഴ്സി ചേച്ചിയുടെ രസത്തിൻ്റെ ഫാനാണ്. ഇപ്പോൾ ചേച്ചി സ്കൂളിൽ എപ്പോൾ രസം കൊണ്ടുവന്നാലും ഞാൻ പുറകെ നടന്ന് കുറച്ച് വാങ്ങിച്ച് കുടിക്കും. അതിങ്ങനെ വെറുതെ കുടിക്കാനായിട്ട് നല്ല സ്വാദാണ്. ചോറിൽ തന്നെ ഒഴിച്ച് കഴിക്കണമെന്നൊന്നുമില്ല. ഞങ്ങൾ ഈ 150 കുട്ടികളും 14 സ്റ്റാഫും ഒക്കെ കൂടെ കഴിച്ചിട്ടും ഒന്നും തീർന്നിട്ടില്ലായിരുന്നു. ഇതിനിടയിൽ കുറേ കപ്പ പുഴുങ്ങിയതും ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒടുവിൽ ബാക്കിയുള്ള ഇലയടയും കൊഴുക്കട്ടയും അങ്ങനെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുന്ന ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുവന്ന് സെയിൻറ്റ് ആൻ്റണി കുരിശടിയിലും പിന്നെ ഇവിടുത്തെ മാതാവിൻ്റെ കുരിശടിയിലും വെച്ചു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്കൊക്കെ ഓരോന്നെടുത്ത് കഴിക്കാമല്ലോ. കുട്ടികളും ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ തന്നെ പിന്നെ സ്നാക്സും ലഞ്ചും ഒന്നും കഴിക്കാനുള്ള പരുവത്തിലായിരുന്നില്ല. പിന്നെ ഈ ഇലയടയും കൊഴുക്കട്ടയൊക്കെ ചിലപ്പോൾ രാവിലെ ഒരു 8 മണിക്കൊക്കെ നമ്മുടെ സ്കൂൾ വാൻ ചെല്ലും. അവർ തലേന്നേ ഉണ്ടാക്കിയതാണെങ്കിൽ പിന്നെ നമ്മളിത് വീതിച്ച് കുട്ടികൾക്ക് കൊടുത്തു വിട്ടാൽ ചിലപ്പോൾ ഇവർ തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് ചീത്തയായിപ്പോവും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് തിരിച്ച് വീട്ടിൽ കൊടുത്തു വിടാതെ ആവശ്യത്തിനുള്ളതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുള്ളതെന്ന് നല്ലത് നോക്കി പൊതിഞ്ഞു വെക്കാൻ പാകത്തിനുള്ളത് കുരിശടികളിൽ കൊണ്ടുവച്ചത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് കേട്ടോ. ഇന്നലത്തെ അപ്പമാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഇത് ഇന്നലെ രാത്രി ഞാൻ വെജിറ്റബിൾസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. ഒരു വീഡിയോ ഇട്ടപ്പോൾ രാത്രി പ്രിപ്പറേഷൻസ് ചെയ്യുന്നതൊന്നും കാണിക്കാമോ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്തു വെക്കുന്നതും കൂടെ മാക്സിമം കാണിക്കാൻ നോക്കുന്നുണ്ട് വീഡിയോയിൽ. ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല, അത് വളരെ വലിയൊരു പ്രോസസ്സാണ്. ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ സ്റ്റ്യൂ ആണ്. ഇവിടെ കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അതിന്നൊരു പകുതി ക്യാരറ്റ് എടുത്തു, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു, രണ്ടും നല്ലപോലെ പീൽ ചെയ്ത് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എടുക്കാനായിട്ടാണ് നിങ്ങൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നതെങ്കിൽ എന്ത് പച്ചക്കറി ആയാലും അത് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് അടച്ചു വെച്ചാൽ നല്ലപോലെ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ പൊട്ടറ്റോ ഒക്കെ ഇച്ചിരി കറുപ്പ് കളറൊക്കെ ആവും നാളെ ആകുമ്പോഴത്തേക്ക്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിക്കാനുള്ള മടി കൊണ്ടും പിന്നെ ഞാനിങ്ങനൊരു സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചെറിയ ഗ്രേറ്ററിൽ ഒന്ന് ചീകിയെടുത്തു. ഇതും ചെറിയൊരു ഡബ്ബയിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ് നാളെ രാവിലത്തേക്ക്. പിന്നെ സ്റ്റൂവിനായിട്ട് കുറച്ച് ചെറിയുള്ളിയാണ് എടുത്തത്. സവാളയെക്കാളും സ്റ്റൂവിന് ടേസ്റ്റ് ചെറിയുള്ളിയാണ്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകിയിട്ടാണ് കേട്ടോ അരിയുന്നത്. ഇടയ്ക്ക് ഞാൻ കാണിക്കാതിരുന്നതാണ്, ലൈറ്റും ക്യാമറയൊക്കെ ഞാൻ അങ്ങോട്ട് തിരിക്കണ്ടേ. ഇനി സ്റ്റൂവിന് വേണ്ടി തന്നെയുള്ള 2 പച്ചമുളകും ഒരു തക്കാളിയും കൂടെ ഞാൻ ഒരുമിച്ചൊരു ബോക്സിലാണ് വയ്ക്കുന്നത്. തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെയും വെക്കാം, പക്ഷേ അന്നേരം മറന്നു പോയതുകൊണ്ട് ഇപ്പോൾ വെച്ചു. ഇനി നാളത്തേക്ക് സ്റ്റൂ ഉണ്ടാക്കാനുള്ള ഈ പിരമിഡ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് കുക്കർ എടുത്തപ്പോഴാണ് നിങ്ങളെ അത് കാണിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ടു. എന്നിട്ട് ഈ ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയിൽ നിന്നും കുറച്ച്, അത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടു. തക്കാളി ഒന്ന് വെന്തുടയുമ്പോഴേക്ക് നമ്മൾ ഇന്നലെ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിരുന്ന പച്ചക്കറികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ എന്ന് പറയാനില്ല, ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം. അത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ഇച്ചിരി നേരം ഇരുന്ന് അവിടെ വേവട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അവിടെ വെച്ചിട്ട് എപ്പോഴത്തെയും പോലെ ഒരു ഗ്ലാസ് അരി കഴുകി കുക്കറിൽ വെച്ചു. ഇതിൻ്റെ അകത്ത് കുക്കുന് കൊടുത്തു വിടാനുള്ള 2 കാടമുട്ടയും കൂടെ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. മുട്ടയുടെ നിറത്തിൽ ചെറിയൊരു വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. വി ക്യാൻ സേവ് എനർജി ആൻഡ് ടൈം. മുട്ട ഞാൻ അരിയുടെ കൂടെ തന്നെയാണ് പുഴുങ്ങിയെടുക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ പോയിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു. അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. കാപ്പി കപ്പുമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തോട്ടൊക്കെ നടക്കുന്നുണ്ട്. പെരിച്ചാഴി കുറേ കുഴി തോണ്ടിയിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഒരു വലിയ പറമ്പാണ്.
അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഡെയിലി കുഴിച്ച് കയറും. അമ്മ ആ കുഴിയൊക്കെ രാവിലെ ഇങ്ങനെ മൂടാറുമുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒന്ന് മയം വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തു. ഈ ചിക്കൻ പീസസ് ഞാൻ ആക്ച്വലി പൊരിക്കാനായിട്ട് അരപ്പ് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അത് ഞാനിപ്പോൾ സ്റ്റൂവിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. പൊടികളായിട്ട് ഇനി ഇതിനകത്ത് ഞാൻ ഗരം മസാലയും പെപ്പർ പൗഡറും മാത്രമേ ഇടുന്നുള്ളൂ. അരിഞ്ഞു വെച്ച പൊട്ടറ്റോയിലും ക്യാരറ്റിലും മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടും ചിക്കൻ അരപ്പ് പുരട്ടിയപ്പോൾ ചിക്കൻ മസാലയും പിന്നെ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടും മറ്റു പൊടികളൊന്നും ഇടുന്നില്ല. ഇനി ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇതും ഞാൻ ഇന്നലെ രാത്രി ചെയ്ത് വെച്ചതാണ്. നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പോൾ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുവാണ്. വെറും ഫ്രൈ അല്ല, സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ഇത്രയും ഗ്രൗണ്ട് നട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടായിരുന്ന ഗ്രൗണ്ട് നട്ട്സ് ഈ കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഗ്രൗണ്ട് നട്ട്സ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും വേണം, ഒരു പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വേണ്ട കേട്ടോ, കുറച്ച് കറിവേപ്പില ചതച്ചതും വേണം. നിങ്ങളുടെ കയ്യിൽ ഈ മുഴുവൻ മല്ലിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു 2-3 എണ്ണം ചതച്ചിടാം കേട്ടോ. മല്ലിപ്പൊടി ഞാൻ അല്ലാണ്ട് ഇതിൽ ചേർക്കുന്നില്ല. പൊടി ചേർക്കുമ്പോൾ ഒരു കുത്ത് വരും, അതുകൊണ്ടത് ചേർക്കുന്നില്ല. മുഴുവൻ മല്ലി ആയിരുന്നെങ്കിൽ ഒന്ന് വറുത്തിട്ട് ഒരു 2-3 എണ്ണം ഇതിൻ്റെ കൂടെ പൊടിക്കായിരുന്നു. നമ്മൾ ചതച്ചെടുത്ത സാധനങ്ങളുടെ കൂടെ ലേശം ഉപ്പ്, മുളക് പൊടി, പെപ്പർ പൗഡർ, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് ഒരു അര നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ കുറച്ച് വിനീഗർ, ഒരു 2-3 ഡ്രോപ്പ് വിനീഗറോ ഒക്കെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് വെണ്ടയ്ക്കയുടെ അകത്ത് വെച്ച് സ്റ്റഫ് ചെയ്യാനാണ്. ഇത് രാവിലെ ഇത്രയും പരിപാടികൾ ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് രാത്രി ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് അടുക്കി ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഈ ഗ്രൗണ്ട് നട്ട്സ്, കപ്പലണ്ടി ഞാനിവിടെ ഇങ്ങനെ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. എനിക്കത് ഉപ്പുമാവിലൊക്കെ ഇടുന്നത് നല്ല ഇഷ്ടമാണ്. പക്ഷേ അതങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയും കുക്കുവും ഒക്കെ പറക്കി തിന്നും. അങ്ങനെ തിന്ന് ഇപ്പം നോക്കിയപ്പം ആ കുപ്പിക്കകത്തത് ഇത്രേ ബാക്കിയുള്ളൂ. ആ ഉള്ളതാണ് ഞാൻ ഇടിച്ച് ഇവിടെ ചേർത്തത്. ഇനി വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി ഒരു അധികം ചെറുതാക്കേണ്ട കാര്യമില്ല, നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ചുരുങ്ങുമല്ലോ. ഈ ഒരു പരുവത്തിന് അത് വെട്ടിയിട്ട് അതിൻ്റെ നടുക്ക് ഇതുപോലെ ഓരോ വരകളിട്ട് ഇങ്ങനെ തുറന്നെടുത്താൽ അതിനുള്ളിൽ നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള സ്ഥലം വേണം. അങ്ങ് അറ്റം വരെ വെട്ടരുത്, അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പം വിട്ടുപോരും. പിന്നെ ഇതെല്ലാം തരിതരിയായിട്ട് കിടക്കും നമ്മുടെ ഫ്രൈയിൽ. അപ്പോൾ നോക്കിയൊക്കെ ഒന്ന് പകുതി വരെയൊക്കെ വെട്ടിയിട്ട് അതൊന്നിങ്ങനെ തുറന്നിട്ട് അതിലേക്ക് ഈ സ്റ്റഫിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോഴും അറിയാമല്ലോ, ഇതിനും ഇച്ചിരി പ്രോസസ്സൊക്കെ കൂടുതലാണല്ലോ. ഇത് സ്റ്റഫ് ചെയ്ത് വെക്കുക കറക്റ്റായിട്ട്. പിന്നെ ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഞാൻ എടുക്കുന്ന സ്റ്റഫിങ് തികയാതെ വരും. അപ്പോൾ പിന്നെ ആദ്യം വെച്ചതിനൊക്കെ തോണ്ടി തിരിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് വെക്കേണ്ടി വരും. അങ്ങനെ ഇതെന്തായാലും കറക്റ്റായിട്ട് തികഞ്ഞു. ഇനി അതിന് മീതേക്ക് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒരു മയത്തിൽ അതൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ പുറത്തൊന്ന് പിടിച്ചാൽ മതി. ഒരുപാട് നമ്മൾ അമുക്കിയാൽ അകത്തുള്ള സ്റ്റഫിംഗ് ഒക്കെ വെളിയിൽ വരും. പിന്നെ വെണ്ടയ്ക്കൊക്കെ ഒരു സ്ലൈമി ടെക്സ്ചറൊക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം ഇതിൻ്റെ ഈ കോട്ടിങ് ഇതിനെ അകത്ത് തന്നെ പിടിച്ച് നിർത്തും കേട്ടോ. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്, വെളിച്ചെണ്ണയല്ല. ഇത് ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ഓയിലാണ് നല്ലത്. കറിവേപ്പില ഇട്ടപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞു, എന്നാലും അതൊക്കെ ഒന്ന് സെറ്റിലായി. ഇനി ഇവരെല്ലാവരെയും കൂടെ അടുക്കി പറക്കി ഇതിനകത്ത് തന്നെ കിടത്തണം. ഈ 2 വട്ടം ഫ്രൈ ചെയ്യുക എന്നുള്ളത് എനിക്ക് തീരെ മടിയുള്ള കാര്യമാണ്, മെനക്കേടാണ്. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇതിനെ ഉന്തിത്തള്ളി എല്ലാവരെയും കൂടെ ഈ ഒരു പാനിൽ ഒറ്റ ടൈമിൽ തന്നെ കിടത്തിയിട്ടുണ്ട്. സ്റ്റൂവിനായിട്ടുള്ള പൊട്ടാറ്റോ ചിക്കൻ ക്യാരറ്റിൽ ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. അതിനെടുത്ത് മാറ്റി വെച്ചു. അതിലേക്ക് അരപ്പിനായിട്ട് തേങ്ങ അമ്മ തിരികെ തന്നതാണ്, 2 ചെറിയുള്ളിയും, ഒരു ഏലക്കയും, കുറച്ച് കശകശയും, ഒരു ചെറിയ ഗ്രാമ്പുവും, ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, അതായത് പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അമ്മ ഈ ഒരു കൂട്ടിപ്പോൾ അരച്ച് തരും. ആ സമയത്തിന് ഞാനിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി. ഇതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ തന്നെ ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാ പണിയും കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വലിയ പണിയായിട്ട് അവിടെ ബാക്കി നിൽക്കത്തില്ല. പിന്നെ എനിക്ക് കിച്ചണിൽ ഒരു സൈഡിൽ മാത്രമേ കൗണ്ടർ ടോപ്പ് ഉള്ളൂ. അതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്ഥലം ഉണ്ടാവില്ല. വെണ്ടയ്ക്ക ഫ്രൈയിൽ അവസാനമായിട്ടിട്ടത് കുറച്ച് പെരുംജീരകമാണ്, ഒരു ഡെക്കറേഷന്. പിന്നെ അരച്ച അരപ്പ് ഈ ചിക്കൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയാൽ ലേശം ചൂടാക്കിയാൽ മതി. ഇതിന് വേണമെങ്കിൽ താളിക്കാം, പക്ഷേ എനിക്കിനി വയ്യ, സമയമില്ല, അതുകൊണ്ട് താളിക്കുന്നില്ല. ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ചിക്കനും നല്ല കൊഴുപ്പുള്ള പീസസ് ആയിരുന്നു ഞാൻ മാറ്റി വെച്ചിരുന്നത്, അതിൻ്റെയും കൊഴുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് അമ്മ രസം ഉണ്ടാക്കുന്നതാണ്. രസം അമ്മ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ ക്യാമറ ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ നിലുവിന് പാല് കൊടുക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയി. ഇനിയിപ്പോൾ ഇത് കണ്ട് വേണം എനിക്ക് ഓടി ആഡ് ചെയ്യാൻ. എൻ്റെ ഒരു ഊഹമനുസരിച്ച് ഇതിലേക്ക് അമ്മ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ, കടുക്, ചെറിയ ജീരകം, ഉലുവ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിന്ന് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയുള്ളി, ഇത് ഞാനാണ് കേട്ടോ അരിയുന്നത്. ഞാൻ വന്ന് 2-3 ചെറിയുള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്ത് തക്കാളി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്മ തന്നെ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് ഇത് കുറച്ച് നേരം വേവിച്ചു. ഇതിൻ്റെ അകത്തേക്ക് പൊടികളായിട്ട് അമ്മ ഇടുന്നത് മഞ്ഞൾപ്പൊടിയും ലേശം മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, പിന്നെ ഇവിടെ രസം പൗഡറുണ്ട്, അതുകൊണ്ട് രസം പൗഡറാണ് ഇടുന്നത്. രസം പൗഡർ ഇടുമ്പോഴത്തേക്ക് കായം വേണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ആയിക്കോട്ടെ, അമ്മയുടെ രസത്തിൻ്റെ രുചിയല്ലേ നമുക്ക് വേണ്ടത്, അതുകൊണ്ട് ഞാനും പിന്നെ കായം ഇടാൻ നിർബന്ധിച്ചില്ല. മേഴ്സി ചേച്ചി പക്ഷേ കൊണ്ടുവരുന്ന രസം ഉണ്ടല്ലോ, അതിനൊരു മഞ്ഞയും പച്ചയും പോലത്തെ ഒരു കളറായിരിക്കും. മഞ്ഞയെന്ന് പുറപ്പെട്ടു പച്ചയിലെത്താത്തൊരു കളറ്.
അമ്മ ഉണ്ടാക്കുന്ന രസം ചുവന്ന കളറുമാണ്. ഇനി മുളക് പൊടി ഇടുന്നതോ ഇടാത്തതോ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം കാണും. പക്ഷേ ഇത് രണ്ടും ഒരേ രുചിയാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആ മഞ്ഞ രസവും അമ്മ ഇടുന്ന ഈ റെഡ് രസത്തിനും ഒരേ രുചിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും മരുന്ന് മേടിച്ച് അത് കുടിക്കുന്നത്. എപ്പോൾ കൊണ്ടുവന്നാലും ഞാൻ പകുതി കുടിച്ചിട്ടേ കഴിക്കാൻ കൊടുക്കത്തുള്ളൂ പാവത്തിന്. അപ്പോഴേക്ക് ചോറായി. ചോറ് നേരത്തെ ആയിരുന്നു. എടുത്തൊന്ന് വെളിയിൽ കുറച്ച് നേരം വെച്ചിരുന്നു ആ വിസിലൊന്ന് പോകാനായിട്ട്. ഇവിടെ ഞാൻ കൗണ്ടർ ടോപ്പിൽ അധികം സാധനങ്ങൾ ചൂടോടെ കൊണ്ട് വെക്കാത്തത്, ഈ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ആ ചൂട് പാത്രം എടുത്ത് മാറ്റുന്നതൊക്കെ, ഈ ഞാൻ ഒട്ടിച്ചിരിക്കുന്ന സാധനം ഇത് മാർബിൾ അല്ല, ഗ്രനൈറ്റും അല്ല, ഇത് ഷീറ്റാണ് കേട്ടോ, വാൾപേപ്പറാണ്. ആമസോണിൽ നിന്ന് മേടിച്ച വൈറ്റ് വാൾപേപ്പർ ഷീറ്റാണ് ഞാൻ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേളിൽ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ അധികം ചൂട് വെക്കുന്നത് ഇത് താങ്ങിക്കോളും. പക്ഷേ ആ ഏരിയയിലെ കളർ ചെറുതായിട്ട് ഫെയ്ഡ് ആവാൻ തുടങ്ങും. ഇതിന് മുന്നേ ഞാനിവിടെ ബ്ലാക്ക് ആയിരുന്നു ഒട്ടിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒട്ടിക്കുന്നത്. എനിക്കിതൊരു 3 ഷീറ്റ് വേണ്ടി വന്നു. ഒരു 329 399 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു ഒരു ഷീറ്റിന്. 3 ഷീറ്റ് വാങ്ങിച്ചപ്പോൾ എൻ്റെ ഇത്രയും സ്ഥലം കവറായി. ഈ ഗ്യാസ് ഇരിക്കുന്ന ഭാഗത്ത് മാത്രം എനിക്ക് വീട്ടിലിട്ടിരിക്കുന്ന ആ ഒരു ടൈൽസ് തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഫ്ലോറിലുള്ള അതേ ഒരു പീസ് തന്നെയാണ് ഈ ഗ്യാസ് ഇരിക്കുന്ന സ്ഥലത്തുള്ളത്. അപ്പുറത്തോട്ടില്ല, അപ്പുറത്തോട്ട് പഴയ സിമൻറ്റ് തറ തന്നെയാണ്. ഇതൊരു ഏകദേശം 36 വർഷം പഴക്കമുള്ള വീടാണ്. അതുകൊണ്ടാണ് ഇവിടെ ചിമ്മിനിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഗ്യാസിൻ്റെ നേരെ മേളിൽ അങ്ങ് ചിമ്മിനിയാണ് മേലോട്ട് എത്തുന്നത് വരെ. ഹോം ടൂറൊക്കെ ഞാൻ വഴിയേ ഇടാം. അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ആദ്യം ചുട്ട 3 അപ്പവും കമ്പനിക്ക് തന്നെ പോയി. എനിക്ക് ചൂടോടെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അങ്ങനെ അതും ഇട്ട് ഞാൻ ഓരോന്ന് വീതം എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 3 എണ്ണം കഴിഞ്ഞു. കുക്കു സാറിന് പൊരിച്ചപ്പം വേണമെന്നാണ് പറയുന്നത്. ഈ അരിക് മൊരിയുന്നതിനാണ് അവൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് 2 എണ്ണം സൈഡൊക്കെ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അവന് കഴിക്കാൻ കൊടുക്കുന്നതും അങ്ങനെ ഇത്തിരി മൊരിച്ച് വേണം എടുക്കാൻ. അവന് ഈ സൈഡ് ക്രിസ്പായിട്ടിരിക്കണം. പിന്നെ അവന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് അപ്പം ബീഫ് കറി ഭയങ്കര ക്രേവിങ് ആയിരുന്നതുകൊണ്ടാവണം അവനും അപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് എങ്കിൽ അത് തന്നെ ലഞ്ചിനും വേണമെന്നും പറഞ്ഞ് വാശിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അപ്പം തന്നെ ലഞ്ചിനും വെച്ചിട്ടുണ്ട്. 2 സൈഡിലും സ്റ്റൂ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കുതിർത്തി തന്നെയാണ് കേട്ടോ ഇയാൾ കറി എടുക്കുന്നത്, എന്നെ പോലെ തന്നെ. പിന്നെ 2 കാടമുട്ട പുഴുങ്ങിയത് സെൻറ്ററിൽ വെച്ചു. അങ്ങനെ ലഞ്ചൊക്കെ എടുത്തു വെച്ചു, സ്നാക്സ് എടുത്തു വെച്ചു. നിലു എണീറ്റ് വന്ന് പാലും കുടിച്ചിട്ട് വീണ്ടും ഉറങ്ങി. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നിലുവിൻ്റെ കൂടെ അമ്മയും കിടന്ന നല്ല ഉറക്കം. കുക്കു സാർ എണീറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് അറിയാത്ത പോലെ അഭിനയിക്കണം. അവനിപ്പോൾ അവിടെ കിച്ചൻ്റെ അപ്പുറത്തും ഡോറിൻ്റെ ഇപ്പുറത്തും റൂമിൻ്റെ അകത്തും ഒക്കെ നിന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വന്ന് പറയും, മമ്മ ഞാൻ കുറേ നേരത്തെ എണീറ്റു, ഞാൻ ഇത്ര നേരം മമ്മാനെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ അയ്യോ എണീറ്റു എന്ന് പറയണം. ഞാൻ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ സങ്കടമാവും. അങ്ങനെ ലഞ്ചും സ്നാക്സും വെള്ളവും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മുറ്റത്തേക്കിരുന്നു. വെള്ളം അത്രയും മാത്രം എടുക്കുന്നത്. സ്കൂളിൽ ഫിൽറ്റേർഡ് വാട്ടർ അവൈലബിൾ ആണ് കേട്ടോ, അതുകൊണ്ട് ഇത്രയും ചുമന്നുകൊണ്ട് പോകണ്ടല്ലോ. ഫോണും കൊണ്ട് അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ നല്ല വഴക്ക് കൊടുത്തു. രാവിലെ ഇംഗ്ലീഷിൻ്റെ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടെസ്റ്റ് ഉണ്ട്. അപ്പം ഫോണൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ ഇതൊക്കെ തലേന്ന് പോകുമെന്നൊക്കെ പറഞ്ഞത് അപ്പാടെ അനുസരിച്ച് ഫോൺ കൊണ്ട് അകത്ത് വെച്ചിട്ട് ഫുട്ബോളുമായിട്ട് ആൾ വെളിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. കെറ്റിൽ ഞാൻ എടുത്തങ്ങനെ വെള്ളം നനച്ച് കഴുകാറില്ല, വല്ലപ്പോഴും ഒരിക്കൽ കഴുകാറുണ്ട്. അതിൽ വെള്ളം മാത്രമേ തിളപ്പിക്കാറുള്ളൂ. കാപ്പിയോ തേയിലപ്പൊടിയോ ഒന്നും ഞാൻ അതിൻ്റെ ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് തുടച്ചു. മൈക്രോവേവും ക്ലീനാക്കി. ഇതിൽ പുൽത്തൈലവും ഡെറ്റോളും കൂടെ കലക്കിയ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചു. വലിയ കാര്യമൊന്നുമില്ല, കുരുട്ടീച്ച് ഇപ്പം തന്നെ വന്ന് തുടങ്ങും. ഗ്യാസിൻ്റെ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തു. ഇനി ഇവിടെ വലിയ കുക്കിംഗ് ഒന്നുമില്ല. പാല് ഞാൻ കുറച്ച് അധികം കാച്ചി വെക്കും. നിലു ഇപ്പോൾ കുടിച്ചാലും പിന്നെ അവനൊരു 11 മണിക്ക് ഒന്നുകൂടെ ഒരു ഏത്തപ്പഴമൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ പാൽ കുടിക്കും. ഒരു ട്രിപ്പ് കുപ്പി കാലിയാക്കിയതുകൊണ്ട് ബാക്കി പാൽ കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടാണ് ഞാൻ പാൽപ്പാത്രമൊക്കെ കഴുകി വെച്ചത്. കുക്കുവും അമ്മയും നിലുവും കൂടെ അപ്പുറത്ത് ലില്ലിയംസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ദേ റെഡിയായി പുറകെ പോവുകയാണ്. അവിടെ പോയി കുക്കുവിനെ എടുത്തിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ വ്യൂസൊക്കെ ഇങ്ങനെ പുറകോട്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നാളെ കാണാം. ബൈ.